ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. 4ാം ക്ലാസ്സിന്റെ EVSന്റെ മറ്റൊരു വർക്ക്ഷീറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. പല കുട്ടികളും ചോദിക്കുകയുണ്ടായി. അപ്പൊ എന്തായാലും കമന്റ് ബോക്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിക്ടേഴ്സ് ക്ലാസ്സിന്റെ ലിങ്ക് ലഭിക്കും. അപ്പൊ അതിന് വർക്ക്ഷീറ്റ് വീഡിയോയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ അനുകൂലനങ്ങളിലാണ് പറഞ്ഞു നിന്നിരുന്നത് അല്ലെ. അഡാപ്റ്റേഷൻസ്, ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന അതിന്റെ പ്രത്യേകതകളെയാണ് നമ്മൾ അനുകൂലനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കുറെ ജീവികളുടെ അനുകൂലനങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിരുന്നു. ഓക്കെ, ഇനി നോക്കൂ, പിറകിൽ ആരാ ഉള്ളത്? യെസ്, കുരങ്ങനാണ് അല്ലെ, മങ്കിയാണ്. മങ്കീന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അനുകൂലനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ്? അതിന്റെ കൈകൾക്ക് ബലം കൂടുതലാണ്. കാരണം എന്തായിരിക്കും? അതെ, നമ്മള് കുരങ്ങൻ കൂടുതലും എങ്ങനെയാണ് വള്ളികളിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങി ചാടി ചാടി പോവാ ചെയ്യാ. എങ്ങനെയാ? കൈ കൊണ്ടാണ് കൂടുതലും അല്ലെ. കൊമ്പുകളിൽ പിടിച്ചിട്ടും വള്ളികളിൽ പിടിച്ചിട്ടും. അപ്പൊ കൈയാണ് കൂടുതലും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ കൈകൾക്കാണ് ബലം കൂടുതൽ. അതുപോലെ പലരുടെയും മനസ്സിലുള്ള സംശയമാണ് ഇന്ന് തീർന്നത്. എന്തായിരുന്നു? എട്ടുകാലിന്റെ വലയിലൂടെ പോകുമ്പോ എന്തുകൊണ്ടാ എട്ടുകാലി അതിൽ കുടുങ്ങാത്തത്? എട്ടുകാലി എന്തിനാ വല കെട്ടുന്നേ? എട്ടുകാലി വല കെട്ടിട്ട് അതില് പ്രാണികൾ വന്ന് കുടുങ്ങും, ആ പശയിൽ പറ്റിപ്പോവും, പിന്നെ അവയ്ക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ എട്ടുകാലി അവയെ ഭക്ഷണമാക്കും. അങ്ങനെയാണ് ചെയ്യാം അല്ലെ, സ്പൈഡർ. എന്നാൽ എട്ടുകാലി എന്തുകൊണ്ട് ആ പശയിൽ കുടുങ്ങുന്നില്ല? ഇപ്പോ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എട്ടുകാലിയുടെ വലയില് രണ്ട് തരം വലകളാണുള്ളത്. ഒന്നിന് പശയുള്ളതും ഒന്നിന് പശയില്ലാത്തതാണ്. പക്ഷെ നമുക്ക് നോക്കിയാൽ അതിൽ ഏതാ പശയുള്ളത് പശയില്ലാത്തത് മനസ്സിലാവില്ല. പക്ഷെ എട്ടുകാലിക്കറിയാം. എട്ടുകാലി പശയില്ലാത്തതിലൂടെയാണ് നടക്കുക. അതുകൊണ്ട് തന്നെ ആ എട്ടുകാലിക്ക് അങ്ങനെയുള്ള ഒരുപാട് കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രകൃതിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇനി നോക്കൂ, ഏതൊക്കെയാണ് ഒരു വാസസ്ഥലങ്ങൾക്ക് എക്സാമ്പിൾസ് ആട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്ന കുറെ ജീവികളുണ്ട്. അവ എവിടെയൊക്കെ താമസിക്കാം, ഏതൊക്കെ വാസസ്ഥലങ്ങളിൽ താമസിക്കാം. വാസസ്ഥലങ്ങൾ എന്നൊരു ഹെഡിങ് കൊടുത്താൽ മതി. പാറക്കെട്ടുകൾ, കുളങ്ങൾ, കുന്നുകൾ, കാവുകൾ, പുൽമേടുകൾ, കുറ്റിക്കാടുകൾ, മരങ്ങൾ, വയലുകൾ, വനങ്ങൾ, മണ്ണ്, ഇവയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? വസിക്കുന്നുണ്ടാവും അല്ലെ. യെസ്. റോക്കി ലാൻഡ്, pools or ponds, hills, groves, grasslands, bushes, trees, fields, forests, soil. ഇങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ ഭൂമിയിൽ തന്നെ പല പലതായി തിരിച്ചിരിക്കുന്ന പല സ്ഥലങ്ങളും എന്താണ്? ഇവ ജീവിക്കുന്നുണ്ട്, പല ജീവികളും ജീവിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, ഒരു മരം എന്താണ്? ഒരു ആൽമരമാണ് അല്ലെ. ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ജീവികൾ അതിനെ ആശ്രയിക്കുന്നുണ്ട്? ഒരുപാട് ജീവികൾ ആൽമരത്തിനെ ആശ്രയിക്കുന്നുണ്ട്. ആൽമരത്തിന്റെ പൊങ്ങച്ചവും നമ്മൾ കേട്ടു അല്ലെ. ആർക്കൊക്കെ കൊടുക്കുന്നു? ഞാൻ ഒരുപാട് പേര് എന്നെ ആശ്രയിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഞാൻ തണല് നൽകുന്നു, വിശ്രമസ്ഥലം നൽകുന്നു, താമസ സ്ഥലം നൽകുന്നു, ഭക്ഷണം നൽകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നെ ആശ്രയിക്കുന്നുണ്ട്, എന്നിൽ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ആൽമരം, ബനിയൻ ട്രീ പറഞ്ഞു. എന്നാൽ മറ്റൊരാൾ വന്നു. ആരാത്? അതെ, മണ്ണ്. മണ്ണ് എന്താ പറഞ്ഞത്? ശരിയാ, നീ ഒരുപാട് പേർക്ക് വാസസ്ഥലം കൊടുക്കുന്നുണ്ട്, നിന്നെ ഒരുപാട് പേര് ആശ്രയിക്കുന്നുണ്ട്, എന്നാൽ നീ പോലും നിൽക്കുന്നത് എവിടെയാണ്? എന്നിലാണ് അല്ലെ, മണ്ണിലാണ് ഈ മരം പോലും നിൽക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ പേര് ആശ്രയിക്കുന്നത് ആരെയാണ്? മണ്ണിനെയാണ് അല്ലെ. മണ്ണില്ലെങ്കിൽ ഒന്നിനും നിലനിൽപ്പ് ഉണ്ടാകില്ല. അപ്പൊ മണ്ണിൽ വസിക്കുന്നവയും മരത്തിൽ വസിക്കുന്നവയും ജസ്റ്റ് ഒന്ന് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പോയാലും മണ്ണിൽ വസിക്കുന്നതാണ് കൂടുതലായിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പട്ടിക ഒന്ന് എഴുതുക. മണ്ണിൽ വസിക്കുന്നവ, മരത്തിൽ വസിക്കുന്നവ. മണ്ണിൽ വസിക്കുന്നത് ചിതല്, ഉറുമ്പ്, ചിലന്തി, ആന, ആട്, പുല്ല്, ചെടികൾ. മരത്തിൽ ഉറുമ്പ്, പാമ്പ്, കാക്ക, ചില ഇനം ചെടികൾ, വവ്വാല്, വള്ളികൾ. മരത്തിൽ വസിക്കുന്ന ചെടി ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ മരവാഴ പറയാം അല്ലെ. മരവാഴ, അതുപോലെ വള്ളികൾ, പടർന്നു കയറിയ വള്ളികൾ, ഇതൊക്കെ മരത്തിനെയല്ലേ ആശ്രയിക്കുന്നത്. മരത്തിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നുണ്ട്, അവ സ്ഥിതി ചെയ്യാൻ മരത്തിനെ ആശ്രയിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ വരും ക്ലാസ്സുകളിൽ കൂടുതൽ പഠിക്കും. ആനിമൽസ് ദാറ്റ് ഡ്വെൽസ് ഇൻ സോയിൽ, വൈറ്റ് ആൻസ്, ആൻഡ് സ്പൈഡർ, elephant, goat, grass and plants. വൈറ്റ് ആൻഡ് എന്ന് പറഞ്ഞാൽ ചിതലാണ് കേട്ടോ. ആനിമൽസ് ദാറ്റ് ഡ്വെൽസ് ഓൺ ട്രീസ്, ആൻഡ്, സ്നേക്ക്, ക്രൗ, സം ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്. അവിടെ പ്ലാന്റ്സിന്റെ സ്പെല്ലിംഗ് തെറ്റിയിട്ടുണ്ട് കേട്ടോ. PAL അല്ല, PLA ആണ്. ദെൻ ബാറ്റ്, ക്ലൈംബേഴ്സ് വള്ളികളാണ്. ഓക്കെ, ഇനി നോക്കൂ,
മരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരു ഒരു പക്ഷിയെ, അല്ലെ പക്ഷി തന്നെ ഒന്നും പറയുന്നില്ല, ഇവിടെ കുറച്ച് പക്ഷികളെയാണ് കൊടുത്തതെങ്കിൽ കൂടിയിട്ട് എന്തിനൊക്കെ, കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, കൂടുണ്ടാക്കാൻ എന്തായാലും പക്ഷികളെയാണ്. പിന്നെ തേനീച്ചയുടെ കൂടുണ്ടാക്കുന്നുണ്ട്. അപ്പോ വാസസ്ഥലം നൽകുന്നുണ്ട്, കൂടുണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്, അതുപോലെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ, ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്, ആൻഡ് ഭക്ഷണം ഫുഡ് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒളിച്ചിരിക്കാൻ അല്ലെ, ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ, ടു എസ്കേപ്പ് ഫ്രം പ്രിഡേറ്റേഴ്സ് അല്ലെങ്കിൽ ടു എസ്കേപ്പ് ഫ്രം എനിമീസ്, അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ തണല് നൽകുന്നുണ്ട് അല്ലെ. ഓക്കെ, തണല് നൽകുന്നുണ്ട്. അപ്പോ ജീവികൾക്ക് ആൽമരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ, ഇനിയിപ്പോ ആൽമരം എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, മരം ഏത് മരമാണെങ്കിലും ഈ പ്രയോജനങ്ങളൊക്കെ ലഭിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ജീവികൾക്ക് മരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു, വാസസ്ഥലത്തിന് വേണ്ടി, ആഹാരം ലഭിക്കുന്നതിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി, ശുദ്ധവായു ലഭിക്കുന്നതിന്, തണൽ ലഭിക്കുന്നതിന്, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന്. The benefits of banyan trees for animals, for shelter, for food, for protection, for air purification, for shade, for protection from predators. Okay, clear ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നോട്ടിലേക്ക് എഴുതിയെടുക്കാം. ഇനി നോക്കൂ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത്തരത്തിലുള്ള ഓരോ സ്ഥലങ്ങൾ നമ്മളെ വാസസ്ഥലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന നമ്മളും മറ്റു മൃഗങ്ങളും പക്ഷികളും എല്ലാ ജീവജന്തുജാലങ്ങളും. അതേസമയം വരണ്ടുണങ്ങിയ ഒരു ഭൂമി, ഇവിടെ ആർക്കെങ്കിലും വസിക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. കാരണം എന്താണ്, അവിടെ അവർക്ക് ജലം ലഭിക്കില്ല, ഭക്ഷണം ലഭിക്കില്ല, തണല് പോലും അവിടെ ഉണ്ടാവില്ല. എങ്ങനെയാണ് അവിടെ ജീവിക്കാൻ സാധ്യമാവുക? അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്കറിയാം, നമുക്ക് ജീവിക്കണമെങ്കിൽ പച്ചപ്പ് ഉണ്ടായിരിക്കണം, പ്രകൃതി ഉണ്ടായിരിക്കണം, തണുപ്പുണ്ടായിരിക്കണം അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്. എന്നാൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യപ്പോ? നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നശിപ്പിക്കാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇനി നമ്മുടെ പ്ലാന്റ്സിന്റെ, സസ്യങ്ങളുടെ ഗ്രോത്തിന്, വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? മണ്ണ് ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്, വായു ആവശ്യമാണ്, സൂര്യപ്രകാശം ആവശ്യമാണ് അല്ലെ. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് 4 ഘടകങ്ങളാണ്. മെയിൻ ആയിട്ട് 4 ഫാക്ടേഴ്സ് ആണ്. ഇത് പഠിച്ചു വെക്കണം, എഴുതി വെച്ചോളൂ. മണ്ണ്, വെള്ളം, വായു, സൂര്യപ്രകാശം, ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചാൽ മതി. സോയിൽ, വാട്ടർ, എയർ ആൻഡ് സൺലൈറ്റ്. Factors needed for the growth of plants ആണ് പറഞ്ഞത്. സോയിൽ, വാട്ടർ, എയർ ആൻഡ് സൺലൈറ്റ്. ഇത് പഠിച്ചു വെക്കാം. അപ്പൊ ഇതിനൊക്കെ ജീവനുണ്ടോ? ഇല്ലല്ലോ. മണ്ണിന്, വെള്ളം, വായു, സൂര്യപ്രകാശം, ഇതിനൊന്നും ജീവനില്ല അല്ലെ. അപ്പൊ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പൊ ജീവനുള്ളതിനെ നമ്മൾ ജീവീയ ഘടകങ്ങൾ എന്നും ജീവനില്ലാത്തവയെ അജീവീയ ഘടകങ്ങൾ എന്നും പറയും. ജീവനുള്ളവയെ ജീവീയ ഘടകങ്ങൾ എന്നും ജീവനില്ലാത്തവയെ നമ്മൾ എപ്പോഴാ ഉപയോഗിക്കുക? ഓപ്പോസിറ്റ് പറയാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് എന്താ പറയാ, പെട്ടെന്ന് എക്സാമ്പിൾ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും എന്നുള്ളത് നമ്മൾ സത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് പറയാൻ വേണ്ടിയിട്ടല്ല, സത്യമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അസത്യം എന്ന് പറയില്ലേ, അതുപോലെയാണ് ജീവീയം, അജീവീയ ഘടകങ്ങൾ എന്നും പറയുന്നു. Living things are biotic factors and non-living things are abiotic factors. ഇംഗ്ലീഷിലും അതേപോലെ തന്നെ ഇവിടെ ആ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഓർമ്മിച്ചു വെക്കാൻ എളുപ്പമാണ്. ജീവനുള്ളത് ലിവിങ് ഫാക്ടേഴ്സ് ബയോട്ടിക് ആണ്, നോൺ ലിവിങ് ജീവനില്ലാത്തവ അബയോട്ടിക് ആണ്. തന്നെയാണ്, തന്നെയാണ് ചേർത്തിരിക്കുന്നത്, അബയോട്ടിക് ഫാക്ടേഴ്സ്. അതും എഴുതി വെക്കുക. ഇനി നോക്കൂ, നമ്മള് ഈ ചെടികള് സസ്യങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ചെടികളായാലും മരമായാലും. മരം മണ്ണിനെ ആശ്രയിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. എങ്ങനെയാണ്? മണ്ണിലാണ് മരം നിൽക്കുന്നത്. അപ്പൊ മണ്ണിന് മരം ആവശ്യമാണ്. എന്നാൽ മരത്തിന് മണ്ണ് ആവശ്യമുണ്ടോ? ഉണ്ടോ? മണ്ണ് മരത്തെ ആശ്രയിക്കുന്നുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഉണ്ട് എന്നാണ്. കാരണം എന്താ? ഈ ഒരു ആൽമരം തന്നെ എടുക്കാം. ആൽമരത്തിന്റെ വേരുകൾ പോയത് കണ്ടില്ല? ഈ വേരുകൾ മണ്ണിനെ പിടിച്ചു വെക്കുന്നുണ്ട്. ഇപ്പൊ നല്ലൊരു കുത്തിയൊലിച്ച പ്രളയം അങ്ങനത്തെ മഴയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മണ്ണ് ഒലിച്ചു പോവാതെ സംരക്ഷിക്കുന്നത് ആരാണ്? ഈ വേരുകളാണ്. അപ്പോ മരം ആവശ്യമാണ് അല്ലെ, മണ്ണിനും ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ മരത്തിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന ഇലകള്, അതുപോലെ ജീവികളുടെ കാഷ്ടം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഒരു വാസസ്ഥലം പോലെ തന്നെയല്ലേ. അപ്പൊ ഒരു വാസസ്ഥലത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒരുപാട് ജൈവ വസ്തുക്കൾ ഉണ്ടാവും. ഈ ഇലകള് മണ്ണിൽ ലയിച്ചു ചേരും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ എന്താണ്? മണ്ണിന് നല്ല വളക്കൂർ, നല്ല ഫലഭൂയിഷ്ഠത നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോ
മരം മണ്ണിനെയും സഹായിക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും പരസ്പരം ആശ്രയിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതുപോലെ ജീവീയ ഘടകങ്ങളായാലും അജീവീയ ഘടകങ്ങളായും പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇതിനെ ബാക്കി നമ്മൾ പൂരിപ്പിക്കണം. നമുക്ക് നോക്കാം. മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു, വെള്ളത്തിലെ ചെറുജീവികളെ ആഹാരമാക്കുന്നു. മത്സ്യം വെള്ളത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആശ്രയിക്കുന്നുണ്ട് അല്ലെ. മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു, വെള്ളത്തിലെ ചെറുജീവികളെ ഭക്ഷിക്കുന്നു. അതുപോലെ ഫിഷ് ലിവ് ഇൻ വാട്ടർ, ഫീഡ് ഓൺ സ്മോൾ ഓർഗാനിസംസ് ഇൻ വാട്ടർ. ഞാൻ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒരുമിച്ച് പറയുന്നത് അവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വെള്ളം എങ്ങനെയാ മറ്റുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വാട്ടർ പ്രൊവൈഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഓർഗാനിസംസ്. വെള്ളം എങ്ങനെയാണ് പരസ്പര ആശ്രയത്വത്തിൽ പങ്കെടുക്കുന്നത്? ജലജീവികൾക്ക് വാസസ്ഥലം നൽകുന്നു. ഇനി ആൽമരം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൽമരം മണ്ണിന് ഫലപുഷ്ടി നൽകുന്നു, മണ്ണിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പൊ ആൽമരം മണ്ണിനെ സഹായിക്കുന്നുണ്ട് അല്ലെ. മേക്സ് ദ സോയിൽ ഫെർട്ടൈൽ, ഹെൽപ്സ് റിട്ടൈൻ വാട്ടർ ഇൻ ദ സോയിൽ. ഇതുപോലെ ആ പട്ടിക കംപ്ലീറ്റ് ചെയ്യാനാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ എന്താണ്? ബനിയൻ ട്രീ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ലോട്ടസ് ആണ്. താമരയ്ക്ക് എന്താണ്? നീഡ് എയർ, വാട്ടർ ആൻഡ് സോയിൽ ടു സർവൈവ്, പ്രൊവൈഡ്സ് ടെമ്പററി ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഫോഗ്, ഇൻസെക്ട്സ് ആൻഡ് വാട്ടർ സ്നേക്ക്, പ്രൊവൈഡ്സ് ഫുഡ് ഫോർ ഹണി ബി ആൻഡ് ബീറ്റിൽ. ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ മലയാളം മീഡിയത്തിന്റെ ഒന്ന് കേട്ടാൽ മതി. വെള്ളത്തിൽ ജീവിക്കുന്നു, തേനീച്ച, വണ്ട് തുടങ്ങിയ ജീവികൾക്ക് ആഹാരം നൽകുന്നു താമര. പിന്നെയോ റോക്ക് ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ സ്മോൾ പ്ലാന്റ്സ്, ക്രാബ്, ഫ്രോഗ്, ടോർട്ടോയിസ് എക്സെട്ര. പാറ ചെറുജീവികൾക്കും സസ്യങ്ങൾക്കും വാസസ്ഥലം നൽകുന്നു. അടുത്തെന്താ? എയർ ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ലിവിംഗ് തിങ്സ്. എല്ലാ ജീവികൾക്കും ജീവൻ നിലനിർത്താൻ ആവശ്യമായ വായു നൽകുന്നു. അടുത്തത് ഫ്രോഗ് ലിവ് ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്, ഡിപ്പെൻഡ് ഓൺ ഇൻസെക്ട്സ് ഫോർ ഫുഡ്. തവള കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു, ഷഡ്പദങ്ങളെ ആഹാരത്തിനായി ആശ്രയിക്കുന്നു. ഓക്കെ, ഇനി അടുത്തെന്താണ്? വാട്ടർ സ്നേക്ക് ആണ്. വാട്ടർ സ്നേക്ക് ലിവ് ഇൻ വാട്ടർ അല്ലെ. നീർക്കോലി ജലത്തിൽ ജീവിക്കുന്നു, ജലത്തിലെ ചെറുജീവികളെ ആഹാരമാക്കുന്നു. ലൈറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ലിവിംഗ് തിങ്സ്. പ്രകാശം ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് സഹായിക്കുന്നു, ജീവികൾക്ക് കാണാനും സഞ്ചരിക്കാനും ഇര പിടിക്കാനും സഹായിക്കുന്നു. ആമ ടോർട്ടോയിസ് നീഡ് എയർ, വാട്ടർ, സോയിൽ ആൻഡ് ലൈറ്റ് ടു സർവൈവ്, ഡിപ്പെൻഡ്സ് ഓൺ സ്മോൾ ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ്സ് ഫോർ ഫുഡ്. കരയിലും ജലത്തിലും ജീവിക്കുന്നു, ചെറുജീവികളെയും സസ്യങ്ങളെയും ആഹാരമാക്കുന്നു. സോയിൽ മണ്ണ്, ഡ്വെല്ലിംഗ് പ്ലേസ് ഫോർ ഓൾ ലിവിംഗ് തിങ്സ്, സ്റ്റോർ വാട്ടർ. സസ്യങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു, സസ്യങ്ങളെ വളരാൻ സഹായിക്കുന്നു, ചില ജീവികൾക്ക് വാസസ്ഥലം നൽകുന്നു. ലാസ്റ്റ് വൺ വള്ളിപ്പടർപ്പാണ്. വൈൻസ് give food and dwelling place to other organisms, depend on trees and shrubs for growth. വളർച്ചയ്ക്കായി മരങ്ങളെയും കുറ്റിച്ചെടികളെയും ആശ്രയിക്കുന്നു, ജീവികൾക്ക് ആഹാരവും വാസസ്ഥലവും നൽകുന്നു. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൻഡ് ഹിബയ്ക്ക് ബിഗ് ഹായ്, ബിൻസിക്ക് ബിഗ് ഹായ്, ഫൗസാനയ്ക്ക് ബിഗ് ഹായ്, അർജുൻ കൃഷ്ണക്ക് ബിഗ് ഹായ്, ഫസീല ഫഹദ് MN ബിഗ് ഹായ്, റിയയ്ക്ക് ബിഗ് ഹായ്, സുൽഫ ഫാത്തിമയ്ക്ക് ബിഗ് ഹായ്, ഷിഫാന ജാസ്മിന് ബിഗ് ഹായ്, ജുംന ജെബിന് ബിഗ് ഹായ്, മറിയം ഇനാസിന് ബിഗ് ഹായ്, അഹല്യയ്ക്ക് ബിഗ് ഹായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.